നമസ്കാരം. മ്യൂസിക് സ്റ്റേഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സംഗീതത്തിൻ്റെ തേരിലേറിയുള്ള ഇന്നത്തെ യാത്രയിൽ നമ്മോടൊത്തുള്ളത് വളർന്നു വരുന്ന കലാകാരനായ ശ്രീ സുമേഷ് മല്ലപ്പള്ളിയാണ്. അദ്ദേഹത്തെ മ്യൂസിക് സ്റ്റേഷനിലേക്ക് വളരെ ഹൃദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സുമേഷ്. നമസ്കാരം സാർ. സുമേഷ് എന്താ ചെയ്യുന്നത്? സംഗീതമാണോ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്, അതോ മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്നുണ്ടോ? ഞാൻ 18 വർഷമായിട്ട് പെട്ടിവണ്ടി ഓടിക്കുകയാണ്. പെട്ടിവണ്ടി ഓടിക്കുന്ന ആളാണ്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു പെട്ടിവണ്ടി ഉണ്ട്. മല്ലപ്പള്ളി സ്റ്റാൻഡിൽ തന്നെയാണോ? മല്ലപ്പള്ളി സ്റ്റാൻഡിൽ തന്നെ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ അതും ഈ സംഗീതവുമായിട്ട് എങ്ങനെ ഒന്ന് ചേർന്ന് പോകുന്നു, ഈ പെട്ടിവണ്ടി ഓടിക്കലും സംഗീതവും എല്ലാം കൂടെ? ചെറുപ്പം മുതൽ സംഗീതത്തിനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ഒരുപാട് എൻ്റെ അച്ഛനോടൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സംഗീതം പഠിപ്പിക്കണം. അങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ കൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഏൽപ്പിച്ചതാണ്. പക്ഷേ ആ പഠിച്ച സമയം 6 മാസം കഴിഞ്ഞപ്പം പുതിയ വിജയദശമി വന്നു. ആ സമയത്ത് ഫീസ് കൊടുക്കണ്ടേ, പുതിയ ദക്ഷിണ കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് അതിനുള്ള നിവൃത്തിയില്ലാതെ 6 മാസം അത്രമാത്രം ഒരു കഷ്ടപ്പാടിൽ കൂടെയുള്ള ഒരു ബാല്യമായിരുന്നു ശരിക്കും അല്ലേ? അങ്ങനെ ഒരു ബാല്യമായിരുന്നു. അവിടുന്ന് പിന്നൊരു മനസ്സിൽ ഒരു ഇതായി, നമുക്ക് സാമ്പത്തികം ഉണ്ടാകുമ്പം നമ്മൾ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ സംഗീതം പഠിക്കണമെന്ന്. അങ്ങനെ അലഞ്ഞ് കുറച്ച് നടന്നപ്പം എനിക്ക് തൃക്കുടുത്താനം പത്മകുമാർ സാറെന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ എനിക്ക് കാണാൻ പറ്റി. ഇന്നിപ്പം ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം തൃക്കുടുത്താനം പത്മകുമാർ സാറ് മാത്രമാണ് അതിൻ്റെ കാരണം. ഓക്കെ, നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് വരാം. ഒരു പാട്ട് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ആദ്യം ഏതാ പാടാൻ പോകുന്നത് സുമേഷ്? ആദ്യ പാട്ട് ചിത്ര ചേച്ചിയുടെ ഒരു ദാസാറും പാടിയിട്ടുണ്ട്. ശരി. കാതോരമാ മൂളുന്നൊരീണം ശ്രീരാഗമായൻ ഉള്ളിനുള്ളിലെന്നുമെന്നും വരമേകൂ. തൂവൻ കിനാവിൻ പൊൻതൂവലാലിൻ ഏകാന്തമൗനം നീയലിഞ്ഞലിഞ്ഞു തഴുകി ലയലോലം. അസലായി സുമേഷ്, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. അപ്പോൾ മല്ലപ്പള്ളി ഓട്ടോ സ്റ്റാൻഡിലും പിന്നെ നേരത്തെ പറഞ്ഞ തൃക്കുടുത്താനം പത്മകുമാർ സാറിൻ്റെ വീട്ടിലുമാണ് ഇപ്പോഴത്തെ സുമേഷിൻ്റെ ഒരു ജീവിതം. ഈ രണ്ട് കാര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് അല്ലേ? അതെ. ഡ്രൈവർമാരുടെ ഇടയിൽ ഒരു ഹീറോ തന്നെ ആയിരിക്കും അല്ലേ സുമേഷ്? ശരിക്കും അങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല സാറേ. പക്ഷേ ഞാൻ അവിടെ എൻ്റെ സ്റ്റാൻഡിൽ എന്നോട് എല്ലാവർക്കും, എൻ്റെ നാട്ടിലെല്ലാവർക്കും സ്റ്റാൻഡിൽ മാത്രമല്ല നാട്ടിലെല്ലാവർക്കും തന്നെ. അതെ, നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് പോകാൻ. ഓക്കെ സാർ. പാർത്ഥസാരഥിം ഭാവയേ ശ്രീ പാർത്ഥസാരഥിം ഭാവയേ സസരിഗ പാടി സുമേഷ്. താങ്ക് യു സാർ. സുമേഷ്, ഈ ഓട്ടോയിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, എപ്പോഴും ഓട്ടോയ്ക്ക് ഓട്ടം കാണില്ല. ആ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഓട്ടോയിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? സാറേ, ഞാൻ പാട്ട് പഠിക്കുന്നത് ഓട്ടോയിലിരുന്നാണ്. ഓ, അത് ശരി. ഓട്ടോ ഇല്ലാത്ത സമയങ്ങളിലാണ് പാട്ട് പഠിക്കുന്നത്. ആ സമയത്ത് ആരെങ്കിലും എനിക്ക് നല്ല മൂടായിട്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഓട്ടം വിളിച്ചാലും അന്ന് കൈനീട്ടം പോലും ഓടിയില്ലെങ്കിലും ഞാൻ പാട്ടിരുന്ന് പഠിക്കും. ഓട്ടം വേണ്ടെന്ന് നോക്കും ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ഇരുന്ന് പാടിയത് തന്നെ എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചതാണെങ്കിലും ഞാനിത് ശരിക്കും ഇരുന്ന് പഠിക്കുന്നത് എൻ്റെ സ്റ്റാൻഡിലിരുന്ന് സാർ പഠിപ്പിക്കുകയാണ്. ഒരു സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ആണല്ലേ പാട്ട് പഠിക്കുന്നത്? അതെ അതെ, സ്ഥലം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദാസാറാണോ റോൾ മോഡൽ? അതെ, നമ്മൾ ചെറുപ്പം മുതൽ കേട്ട് വരുന്ന അങ്ങനെയാണല്ലോ. പിന്നെ ചിത്ര ചേച്ചിയായിട്ടുള്ള ഒരു ഞാൻ 2019 റിയാലിറ്റി ഷോയിൽ എനിക്കൊരു ചാൻസ് കിട്ടി. അത് എൻ്റെ സാറിൻ്റെ അടുത്ത് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ആദ്യം ശരി, മറ്റുള്ള പിള്ളേർക്ക് വേണ്ടി ഡ്രൈവറായിട്ട് ഞാൻ പോയതാണ്. അങ്ങനെ എനിക്ക് അവിടെ അങ്ങനെയാണോ? ശരിക്കും അതാണ് സത്യം. ഒരു ചാൻസ് അവിടെ കിട്ടുന്നത്. മറ്റുള്ളൊരു 4 പിള്ളേരെയും കൊണ്ട് അന്ന് കാർ ഓടിക്കുന്ന സാറിൻ്റെ വണ്ടിയെ തന്നെ ആ പിള്ളേർക്ക് വേണ്ടി ഞാൻ കോട്ടയം ഇന്ദ്രപ്രസ്ഥയിലാണ് ഇതിൻ്റെ ഓഡിഷൻ നടന്നത്. അന്ന് അങ്ങനെ പോയി എനിക്ക് അവിടെ നിന്ന് സെലക്ഷൻ
അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷൻ നടക്കുന്ന അല്ല പൊക്കോണ്ടപ്പം അല്ല അവിടെ യാദൃശ്യമായിട്ട് സാർ പൊക്കോണ്ടപ്പം എൻ്റെ സാറ് തന്നെ പറഞ്ഞു സുമേഷും കൂടെ അതിനകത്തോട് ശരി പങ്കെടുത്തോളാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പാടി. അങ്ങനെയാണ് അതൊക്കെയാണ് ജീവിതം, ഇങ്ങനെ ഓരോ യാദൃശ്ചികതകളിൽ കൂടെ പോകുന്നത് അല്ലേ? അങ്ങനെയാണ് റിയാലിറ്റി ഷോയിൽ ചെന്ന് ചിത്ര ചേച്ചിയെ കണ്ടത്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, അന്ന് കണ്ടു. ആ പ്രോഗ്രാം കഴിഞ്ഞ് ആ റിയാലിറ്റി ഷോ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ നിമിഷം വരെ ഞാനൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഓട്ടോക്കാരനാണ്, നമുക്ക് ഒരു തട്ടുപൊളിപ്പിനൊരു ഓട്ടോ പാട്ട് നമുക്ക് വേണം, കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. நாட்டோக்கார ஒட்டோக்காரன் நாளம் தெரிஞ்ச ரூட்டுக்காரன் நியாயமுள்ள ரெட்டுக்காரன் நல்லவங்க கூட்டுக்காரன் நல்லா பாடும் பாட்டுக்கார் காந்தி புறந்த நாட்டுக்காரன் கம்பெடுத்தா வேட்டக்கார் வெளியவங்க உறவக்கார் இறக்கமுள்ள மனசுக்காரன்டா நான் ஏழக்கெல்லாம் சொந்தக்காரன்டா நான் எப்பொழுதும் ஏழக்கெல்லாம் சொந்தக்காரன்டா அட அச்சுக்கு என்ன அச்சுக்குத்தா குமுக்கு என்ன குமுக்குத்தா. അടിപൊളി, അസലായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. ചിത്ര ചേച്ചി എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കയ്യിൽ ലിറിക്സ് ഇല്ലെങ്കിൽ ചേച്ചിക്ക് പാടാൻ ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലും സുമേഷ് ചേച്ചി റോൾ മോഡലാക്കിയിരിക്കുകയാണോ ശരിക്കും? എപ്പോഴും മൊബൈലിൽ ലിറിക്സ് നോക്കുന്നുണ്ട്, മറന്നു പോകുന്നൊരു പേടിയുണ്ടോ? അത് എപ്പോഴും എനിക്ക് പേടിയുണ്ട് സാറേ. കാരണം നമ്മൾ ഈ അടുത്തിടെ പാടാനൊക്കെ തുടങ്ങിയതല്ലേ, ചെറുപ്പം മുതൽ അങ്ങനെ നമുക്ക് ഇതിനോട് ആഗ്രഹം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും കേട്ട് മുറി പാട്ടല്ലേ പഠിച്ചത്. ഇപ്പം നമ്മൾ ഇതിനോട് നമ്മൾ ആൾക്കാർ കുട്ടികളുടെ പാട്ട് കണ്ടിട്ടില്ല, അവർക്ക് ഒരു പേപ്പറോ ഒന്നും വേണ്ട, അവർ ജസ്റ്റ് പാട്ടുകളെല്ലാം ഓർത്തിരിക്കുകയാണ് അല്ലേ ഇന്നത്തെ കൊച്ചു കുട്ടികൾ. എനിക്ക് അറിയപ്പെടാൻ അവരെങ്ങനെ ഇങ്ങനെ പാടുന്നത്. അപ്പോൾ സുമേഷ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് ബുദ്ധിമുട്ടിയോ ഈ ലിറിക്സ് കയ്യിലില്ലാതെ പാടുമ്പോൾ? അന്ന് അവിടെ ലിറിക്സ് നോക്കി പാടാൻ അനുവാദമില്ലല്ലോ. ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു? തീർച്ചയായിട്ടും. നമ്മൾ വരുന്ന പ്ലാൻ ആണെങ്കിലും നമ്മുടെ നിന്നൊക്കെ നമുക്കിങ്ങനെ നമുക്ക് വേറെ കോൺഫിഡൻസ് കുറവും. പക്ഷെ നമ്മുടെ ഒരു ബുക്കുണ്ട്, നമുക്കൊരു ധൈര്യമാണ്. ഇത് നമുക്ക് അവിടെ വേണമെന്നുണ്ട്, അത് നോക്കണമെന്നില്ല, അതുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. വരി മാറിപ്പോവോ, ഈ പാട്ടിനെക്കാട്ടി ഏറ്റവും ഉപരി നമ്മൾ ചിന്തിക്കുന്ന ഈ വരി മാറിപ്പോവോ, ലിറിക്സ് മാറിപ്പോവോ, അപ്പം നമ്മളെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ബുദ്ധിമുട്ടാണ്. ഈ സംഗീത രംഗത്ത് വളരെ ബിസി ആകുമ്പോൾ ഈ ഓട്ടോ ഈ ഫീൽഡ് വിടുമോ സുമേഷ്? അതോ? ഇല്ല സാറേ, ഞാനിപ്പോൾ 6 മാസമാണല്ലോ നമുക്ക് ഫീൽഡിൽ ഈ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം കിട്ടുന്നത്, ഉത്സവ സീസൺ. അത്രയും നാൾ സുമേഷ് പൂർണ്ണമായിട്ടും സംഗീത രംഗത്ത് തന്നെയാണോ? ഓട്ടോ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുകയാണോ? അല്ലല്ല. തീർച്ചയായിട്ടും അത് സ്റ്റാൻഡിൽ വരും, വണ്ടി ഓടും. പ്രോഗ്രാം ചിലപ്പോൾ എല്ലാ ദിവസവും ഒന്നും എനിക്ക് കാണത്തില്ല. ആഴ്ച ചിലപ്പോൾ 2 or 3 ഉണ്ടാകുമ്പോൾ ആ 3 ദിവസം വരത്തില്ല. ബാക്കി എല്ലാ ദിവസവും വണ്ടി ഓടിക്കാൻ പോകും. 3 ദിവസം പ്രോഗ്രാം ഉള്ള ദിവസം ഞാൻ വണ്ടി ഓടിക്കാൻ പോകത്തില്ല. കാരണം നമുക്ക് വെയിലെ പൊടി എല്ലാം കൂടെ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് പോകാൻ. ഓക്കെ സാർ. ഏതോ നിദ്രതൻ പൊന്മയിൽ ഏഴുവർണ്ണങ്ങളും തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ. സുമേഷ് അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. ആ വോയിസിൻ്റെ ആ ഒരു ഗാംഭീര്യം ശരിക്കും അറിയാൻ പറ്റിയ പാട്ടിൽ നിന്ന്. സാറേ, എനിക്കൊരു ആഗ്രഹമുണ്ട്. പറഞ്ഞോട്ടെ. ഇതേ രാഗത്തിൽ ചിത്ര ചേച്ചിയുടെ ഒരു ഗാനം ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭൂതി പൂക്കും നിൻ മിഴികളിൽ. അതെ. അതിൻ്റെ മെയിൽ വേർഷൻ പാടിയിരിക്കുന്ന സാറാണ്. ഇങ്ങനെ അറിഞ്ഞു. അത് ഉത്രം നക്ഷത്രം എന്ന് പറഞ്ഞൊരു ചലച്ചിത്രത്തിന് വേണ്ടി റെക്കോർഡ് ചെയ്ത പാട്ടാണ്. കെ ജയകുമാർ സാർ എഴുതി, സണ്ണി സ്റ്റീഫൻ സാറാണത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ചിത്ര ചേച്ചിയുടെ ഒരു ഫീമെയിൽ വേർഷനുണ്ട്, എൻ്റെ ഒരു മെയിൽ വേർഷനുണ്ട്, പിന്നെ ഒരു ഡ്യുവറ്റ് വേർഷനുണ്ട്. അങ്ങനെ 3 ഉണ്ട് ആ പാട്ട് ശരിക്കും. പക്ഷേ സിനിമ റിലീസാവാത്തത് കൊണ്ട് അത് ഒരു റേഡിയോയിലൊക്കെ വരുന്ന പാട്ടാണ്. പക്ഷേ എന്നാലും ഒരു ലളിതഗാനങ്ങളുടെ ഒരു പട്ടികയിലാണെന്ന് തോന്നുന്നു അതിപ്പോഴും കിടക്കുന്നത്. ഞാനിപ്പോൾ ചോദിക്കാൻ തന്നെ ഒരുപാട് കുട്ടികൾ ഈ പാട്ട് ലളിതഗാനം പാടി ഫസ്റ്റ് പ്രൈസ് മേടിച്ചതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ തിരക്കി ഈ പാട്ടിൻ്റെ. അപ്പം മെയിൽ പാടിയേക്കുന്നത് സാറാണെന്ന് അറിഞ്ഞു. അതിൻ്റെ ഒരു 4 വരി സാർ എനിക്ക് വേണ്ടി ഒന്ന് പാടാവോ? തീർച്ചയായും. ഈ രാഗം തന്നെ രാഗമായ അനുഭൂതി പൂക്കും നിൻ മിഴികളിൽ നോക്കി ഞാൻ വെറുതെ നേരം കരളിൻ്റെ ഉള്ളിൽ കാവ്യം അറിയാതെ നീ എൻ്റെ ഹൃദയമാം വേണുവിൽ അനുരാഗ സംഗീതമായി മധുരമിൽ മൗനവും പാടി. സുമേഷ്, വീട്ടിലെ സാഹചര്യമൊക്കെ എങ്ങനെയാണ്? അവിടെ സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുടുംബമാണോ?
മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ശരിക്കും ഞാൻ റിയാലിറ്റി ഷോയിൽ പോയ സമയത്തും പാട്ട് പഠിക്കുന്ന സമയത്തും ഒന്നും എന്നോടൊരു സപ്പോർട്ടുള്ള ആൾക്കാരല്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്നോട് ഭയങ്കര സപ്പോർട്ടാണ്. അതായത് ഇതിൽ നിന്ന് നമ്മൾ ഇതിൽ മാക്സിമം നമ്മളിതിൽ ഇൻവോൾവ് ചെയ്ത് നമ്മളിതിൽ നിന്ന് അത്യാവശ്യം ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കണ്ടപ്പം ഇതായിരുന്നു എൻ്റെ വഴി, ശരിക്കും ഇതായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനതിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആദ്യം അവർക്ക് എതിർപ്പായിരുന്നു റിയാലിറ്റി ഷോയിൽ പോയപ്പോൾ. അതുകൊണ്ടല്ല, അവരെ ഓർക്കുന്ന ഇത് എനിക്ക് പോകാനുള്ള കഴിവില്ല, ഞാൻ അങ്ങനെ പോകത്തില്ല, അത്രയ്ക്കുള്ള അവർ ഇത്ര ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ അച്ഛൻ്റെ പുറകെ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അച്ഛനെ എന്നെ പഠിപ്പിക്കാൻ വിടും. അന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വിജയലക്ഷ്മി സമയത്ത് എനിക്കന്ന് ഫീസ് കൊടുക്കാനില്ലാത്ത ആദ്യം ഞാനൊരു അതുകൊണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും താല്പര്യവുമില്ലായിരുന്നു. രണ്ട് കാര്യങ്ങൾ ആ സമയത്ത് ഇപ്പം പഠിച്ച് എങ്ങനെയും ഒരു നിലയിൽ അവരങ്ങനെ ചിന്തിക്കത്തുള്ളൂ, പാട്ട് കൊണ്ടൊന്നും കിട്ടത്തില്ല എന്നുള്ള ചിന്തയാണ്. ഇപ്പം അവരുടെ ഒരു എന്താണ്, എങ്ങനെയാണ് അവരുടെ ഇപ്പം അവർ പറഞ്ഞില്ലെങ്കിലും അവരത് മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അവൻ്റെ വഴി ഞങ്ങളിത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇതായിരിക്കില്ല, ഇതിനെയൊക്കെ ടീച്ചർ അവനെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സുമേഷ്, ഒരുപാട് സന്തോഷം. ഇത്രയും പാട്ടുകൾ അടുത്തിരുന്ന് കേൾക്കാൻ പറ്റി, ഒരുപാട് സന്തോഷം. ഇപ്പോൾ സുമേഷിൻ്റെ ആഗ്രഹം അനുസരിച്ച് തന്നെ ഒരു വേഴ്സറ്റൈലായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഒരു സിംഗറായിട്ട് മാറട്ടെ. അപ്പോഴും ഓട്ടോയുടെ കാര്യം മറക്കണ്ട, അതവിടെ തന്നെ തുടരട്ടെ അല്ലേ? അത് ആ ഒരു സൗഹൃദവും ആ ഓട്ടോയിലുള്ള ഇരുന്നുള്ള പാട്ടുപഠിത്തമൊക്കെ അതൊന്നും നമുക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതും നടക്കട്ടെ. അതോടൊപ്പം പാട്ടിൻ്റെ രംഗത്ത് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അല്ലേ? തിരക്ക് കൂടുമ്പോൾ ചിലപ്പോൾ ഈ ജോലി ചിലപ്പോൾ വേണ്ടാന്ന് വയ്ക്കാൻ ഒരു അവസരം കിട്ടുമായിരിക്കും ചിലപ്പോൾ. അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലേ? അപ്പോൾ എല്ലാ ഭാവങ്ങളും നേരുകയാണ്. എന്താണ് സുമേഷിന് നമ്മുടെ പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്? പറയാം. ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇവിടെ ഈ വേദിയിൽ ക്ഷണിച്ചതിന്. ഞങ്ങളെപ്പോലുള്ള ഇതുപോലുള്ള വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും ഈ ചാനൽ വലിയൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മ്യൂസിക് സ്റ്റേഷൻ ഇത് ഒരു സംഗീത യാത്രയാണ്. ഏതൊരു യാത്രയിലും എന്നതുപോലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ സഹകരിക്കുന്ന, പങ്കെടുക്കുന്ന ഒരു യാത്ര. ഈ യാത്രയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. മറക്കരുത്, ഇതൊരവസരമാണ്. ആരും ഈ അവസരം പാഴാക്കരുത്.